രാഹുൽ മാങ്കൂട്ടത്തിൽ അകത്തായെങ്കിലും അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. ടി പി സെൻകുമാർ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ രീതികൾ ശരിയായില്ല, അറസ്റ്റ് ചെയ്തതിൻ്റെ പ്രൊസീജിയർ ലാപ്സ് ഉണ്ട്. പിന്നെ അതിജീവിതയുടെ ഒപ്പ് വേണമുള്ള കാര്യം, അതിജീവിതയെ ദേഹപരിശോധന നടത്തുന്ന കാര്യം, അതിജീവിതയ്ക്ക് ഇതിൻ്റെ കോപ്പി കൊടുക്കുന്ന കാര്യം, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. അതെല്ലാം അല്ലാതെ ഒരു പ്രൊസീജിയർ ലാപ്സിലൂടെയാണ് ഈ നമ്മളെ കോഴി ഭഗവാൻ നമ്മുടെ ഇദ്ദേഹത്തെ, അതായത് സെൻകുമാറിൻ്റെ ഭാഷയാണ്, നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തത്. അത് എന്ത് ഏമാന്മാരെ അങ്ങനെ ചെയ്തതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ചിന്തിക്കുന്ന വിഷയം അതല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ വടകരയിൽ പോയ കാര്യം പറയുന്നു, വടകരയിൽ ഒരു ഫ്ലാറ്റിലെ കഥ പറയുന്നു. വടകര ഫ്ലാറ്റ് ഉടമ വടകര MP-യുടേതാണെന്നുള്ള ഒരു കിംവദന്തി, ഒരു കുഴലൂത്ത് പാലക്കാട് നിന്ന് വന്നിട്ടുണ്ട്. പ്രശാന്ത് ശിവൻ എന്ന് പറയുന്ന BJP-യുടെ ഒരു നേതാവ് ഇതിനെ സംബന്ധിച്ച് പേര് പറഞ്ഞ് തന്നെ പറയുന്നുണ്ട്. വടകരയിലെ ഫ്ലാറ്റ് ആരുടേതാണ്, അത് ഷാഫിയുടേതാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഷാഫിയുമായി ഇതിനകത്തുള്ള ബന്ധം എന്ത് എന്നുള്ളൊരു ചോദ്യവും പുറത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഷാഫിയുമായി ബന്ധമുണ്ടെന്ന് പറയാൻ ഞാൻ ആരുമല്ല, ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, എനിക്കങ്ങനെ ഒരു അഭിപ്രായമില്ല. പക്ഷേ വളരെ ഗൗരവമായൊരു വിഷയം നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടത്, 3 അതിജീവിതകൾ പുറത്തു വന്നെങ്കിൽ 30-300 പേരെങ്കിലും കോൺഗ്രസിനകത്തുള്ള വനിതകൾ പരാതിക്കാരുമായി നിൽപ്പുണ്ട്. അത് ഏറിൽ കിടക്കുന്ന പരാതികൾ. ഒരുപാട് വനിതകൾ പരാതി കൊടുത്തതായിട്ട് ഒരുപാട് സോഷ്യൽ മീഡിയകളിൽ വരുന്നുണ്ട്. ഇതൊരു അന്വേഷണ കമ്മീഷനെ വയ്ക്കണം. അതിന് പകരം VD സതീശൻ ഒഴിഞ്ഞു മാറുന്ന കാണുമ്പോൾ VD സതീശനോട് ഒറ്റ ചോദ്യമേ ഉള്ളൂ. ഇടതുപക്ഷത്തിലൊരു MLA ആണെങ്കിൽ രാജിവെക്കണമെന്ന് നിങ്ങൾ പറയില്ലേ? നിങ്ങൾ പറഞ്ഞല്ലോ രാജിവെക്കണമെന്ന്. മുകേഷ് രാജിവെക്കണമെന്ന് രാജിവെച്ചില്ല, അത് വേറെ കാര്യം, പക്ഷെ വെക്കണമെന്ന് പറഞ്ഞല്ലോ. അതുപോലെ നിങ്ങളുടെ പക്ഷത്ത് നിൽക്കുന്ന ഒരാളായതുകൊണ്ടാണോ, നിങ്ങൾ പക്ഷത്ത് നിന്ന ഒരാളായതുകൊണ്ടാണോ, പണ്ട് നിന്ന ഒരാൾ, ഇപ്പം ഇല്ല അങ്ങനെ പറയാം സാങ്കേതികമായി, നിന്ന ആളായതുകൊണ്ടാണോ പുറത്താക്കേണ്ട എന്ന് MLA-യിൽ നിന്ന് മാറ്റണോ വേണ്ടെന്ന് ചോദിക്കുമ്പോൾ ഒരു അഭിപ്രായമില്ല എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ് കോർണറാണ്. അത് ശരിയല്ല. അങ്ങനെയൊക്കെ നിങ്ങൾ പറഞ്ഞാൽ, ഷാഫി പറമ്പിൽ അടക്കമുള്ള നിങ്ങളുടെ നേതാക്കൾ തള്ളിപ്പറഞ്ഞാൽ, വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ മനസ്സ് തുറന്നാൽ വീണ്ടും ഒരുപാട് വിഗ്രഹങ്ങൾ ഉടയുമോ എന്നുള്ളൊരു ചോദ്യം കേരള സമൂഹം ചോദിക്കുന്നുണ്ട്. അങ്ങനെ പല വിഗ്രഹങ്ങളും ഉടയാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് പരസ്പരം മിണ്ടാതിരിക്കുക എന്നുള്ളതാണോ? അല്ലെങ്കിൽ ഷാഫി പറമ്പിലായാലും VD സതീശനായാലും തള്ളിപ്പറയേണ്ടവരെ തള്ളിപ്പറയണം. പാർട്ടിയിൽ നിന്ന് നിങ്ങൾ പുറത്താക്കി, എപ്പോഴാണ് പുറത്താക്കിയെന്നുള്ളതൊക്കെ വലിയ വിഷയമാണ്. ഒരു നിവർത്തിയില്ലാതെ ലാസ്റ്റാണ് പുറത്താക്കുന്നത്. അത് പോട്ടെ, പുറത്താക്കി എന്തായാലും. പക്ഷേ ഇനി ഒരു കാര്യം കൂടി ചെയ്യേണ്ടതുണ്ട്. തള്ളിപ്പറയണം, MLA സ്ഥാനം രാജിവെക്കണമെന്ന് പറയണം. അതുപോലെ ആ കിട്ടിയ പരാതികൾ ഒരു അന്വേഷണ കമ്മീഷനെ വെച്ച് ഇൻറ്റേണലായി പരിശോധിക്കണം. അല്ലെങ്കിൽ അത് പാർട്ടിക്കാർ തന്നതായതുകൊണ്ട് സെറ്റാക്കുകയോ കോംപ്ലിമെൻ്റ് ആക്കുകയോ ചെയ്യരുത്. അത് പോലീസിന് കൈമാറണം.